ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡാം ദുരന്തമായിരുന്നു ചൈനയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയായ ഹെനാനിൽ 1975 സംഭവിച്ചത്. ചൈനയുടെ ഭൂതകാലത്തിലെ ഏറ്റവും വലിയ ചുഴലിക്കാറ്റിലൊന്നായ ടൈഫൂൺ നീനയാണ് ഈ വൻ ദുരന്തത്തിന് വഴിവെച്ചത്. 1.5 ലക്ഷത്തോളം പേർ ഇതിൻ്റെ ഫലമായി മരണമടഞ്ഞു. ചൈനയിലെ പ്രശസ്തമായ ബാൻക്യാവോ എന്ന വമ്പൻ അണക്കെട്ട് തകർന്നതാണ് ഇതിലേറ്റവും മാരകമായത്. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകമായ മൂന്നാമത്തെ പ്രളയത്തിനും സംഭവം വഴിയൊരുക്കി. ചൈനയിലെ ഒഴുകുന്ന റൂ നദിയിൽ 1953 ബാൻക്യാവോ ഡാം നിർമ്മിച്ചത്. ചെയർമാൻ മാവോ സെതൂങ്ങിൻ്റെ സർക്കാർ നടപ്പിലാക്കിയ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് പദ്ധതിയുടെ ഭാഗമായുള്ള ത്വരഗതിയിലുള്ള വികസനങ്ങളുടെ ഭാഗമായിരുന്നു ഇതും. ചൈനയിലെ പ്രധാന നദിയായ ഹുവാങ്ഹെ അഥവാ മഞ്ഞ നദിയിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രളയം തടയുക, പിന്നെ വൈദ്യുതി നിർമ്മാണം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു സോവിയറ്റ് സഹായത്തോടെ ഡാം രൂപകൽപ്പന ചെയ്ത് നടപ്പിൽ വരുത്തിയത്. 387 അടി പൊക്കവും 49.2 കോടി ക്യൂബിക് മീറ്റർ സംഭരണശേഷിയുള്ള ഡാം 1000 വർഷം വരെയുള്ള കാലയളവിൽ പോലും ഉണ്ടാക്കുന്ന വമ്പൻ പ്രളയങ്ങളെ തടഞ്ഞു നിർത്താൻ ശേഷിയുള്ളതാണെന്ന് ചൈനീസ് അധികൃതർ അന്ന് വിശ്വസിച്ചു. ആരാലും തകർക്കപ്പെടില്ലെന്ന അർത്ഥത്തിൽ ഉരുക്കണക്കെട്ടെന്ന പേരിലും ബാൻക്യാവോ ഡാം അറിയപ്പെട്ടു. 1975 ടൈഫൂൺ നീന പസഫിക് സമുദ്രത്തിൽ നിന്നുത്ഭവിച്ച് താമസിയാതെ ഹെനാനിൽ ആഗമനം നടത്തി. ആദ്യ ദിനം തന്നെ കനത്ത മഴ പ്രദേശത്ത് പെയ്തു. ഹെനാനിൽ സാധാരണഗതിയിൽ ഒരു വർഷം പെയ്യുന്ന മഴ ആ ഒരൊറ്റ ദിവസത്തിൽ സംഭവിച്ചെന്നാണ് കണക്ക്. തുടർന്ന് 3 ദിനം നിർത്താതെ മഴ പെയ്തു. അണക്കെട്ടിൽ ജലനിരപ്പ് അപകടകരമായ തോതിൽ ഉയർന്നു. ഓഗസ്റ്റ് 8 ഉച്ചയോടെ ബാൻക്യാവോ ഡാം തകർന്നു തുടങ്ങി. 33 അടി പൊക്കവും 11 കിലോമീറ്റർ വീതിയുള്ള വമ്പൻ ജലതരംഗം ഡാമിൽ നിന്നും പുറപ്പെട്ടു. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിലാണ് ജലം ഹെനാനിൻ്റെ ഭൂമിയിലൂടെ സഞ്ചരിച്ചത്. അണക്കെട്ടിന് സമീപമുള്ള ഡോവാൻചെങ് എന്ന പട്ടണം ആദ്യം തന്നെ ജലത്തിൻ്റെ ക്രോധത്തിനിരയായി. അവിടെ വസിച്ചിരുന്ന 9600 പേർ കൊല്ലപ്പെട്ടു. ബാൻക്യാവോ അല്ലാതെ ഹെനാനിലെ 62 ഡാമുകൾ കൂടി ചുഴലിക്കാറ്റ് മൂലമുണ്ടായ കനത്ത മഴയിൽ തകർന്നു. മേഖലയിലെ രണ്ടാമത്തെ അണക്കെട്ടായ ഷിമന്തൻ ഡാമും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും. 2,60,000 പേർ ഇതുമൂലമുണ്ടായ പ്രളയത്തിൽ മരിച്ചു. എന്നാൽ ഇതിൻ്റെ പ്രത്യാഘാതമായി ഉണ്ടായ പകർച്ചവ്യാധികളും ക്ഷാമവും മൂലം 1.25 ലക്ഷത്തോളം ആളുകൾ കൂടി മരിച്ചതോടെ ദുരന്തം ഭീകരമുഖം കൈവരിച്ചു. 1 കോടിയോളം ജനങ്ങളുടെ ജീവിതം ഈ ദുരന്തം കാരണം ബാധിക്കപ്പെട്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. അക്കാലത്ത് ഇന്നത്തെ പോലെ കുറ്റമറ്റ മുന്നറിയിപ്പ് സംവിധാനം ഇല്ലാതിരുന്നതും ദുരന്തത്തിൻ്റെ ആക്കം കൂട്ടി. ഡാമുകളുടെ തകർച്ച ചൈനീസ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി. ജലസംഭരണം എന്ന ഒറ്റ ലക്ഷ്യത്തിൽ നിലവാരം നോക്കാതെയാണ് വമ്പൻ ഡാമുകൾ 60കളിൽ ചൈന നിർമ്മിച്ചതെന്ന് ആക്ഷേപമുയർന്നു. ഇതേ തുടർന്ന് രാജ്യത്തെ എല്ലാ ഡാമുകളുടെയും റിസർവോയറുകളുടെയും സാങ്കേതിക പരിശോധന സർക്കാർ നടത്തി. ബാൻക്യാവോ, ഷിമന്തൻ ഉൾപ്പെടെ അന്ന് തകർന്ന പല ഡാമുകളും പിൽക്കാലത്ത് പുനർനിർമ്മിക്കപ്പെട്ടു. ഇനി നമുക്ക് മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിക്കാം. മുല്ലപ്പെരിയാർ പൊട്ടുമോ? പൊട്ടിയാൽ എന്തു സംഭവിക്കും? ഇങ്ങനെ നീളുന്ന നിരവധി ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമെല്ലാം മലയാളികൾ ചർച്ച ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഡാം ത്രിബിൾ 9 എന്ന ചിത്രവും ഒരു ഡാം തകർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. മാത്രമല്ല സുനാമിയും പ്രളയവും ഉരുൾപൊട്ടൽ, മണ്ണൊലിപ്പ് തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഡാം തകർന്നാൽ ഉണ്ടാകുന്ന ദുരന്തത്തിൻ്റെ ചെറിയ പതിപ്പുകൾ മനസ്സിലാക്കി തന്നു. എങ്കിലും ഒരു ഡാം പൊട്ടൽ ദുരന്തത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് മലയാളികളുടെ ഇപ്പോഴത്തെ ജീവിതം. അതേസമയം വരൾച്ചയുടെ നെല്ലിപ്പലകയിലും കൃഷിക്ക് പ്രാധാന്യം നൽകുന്ന തമിഴ്നാട് പറയുന്നത് മുല്ലപ്പെരിയാർ പൊട്ടില്ലെന്നാണ്. എന്നാൽ മലയാളികളുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്ലക്സിന്റെ വാളുപോലെ മുല്ലപ്പെരിയാർ തൂങ്ങിയാടാൻ തുടങ്ങിയിട്ട് കാലം എത്ര കഴിഞ്ഞിരിക്കുന്നു. ചുണ്ണാമ്പും സുറുക്കി മിശ്രിതവും കരിങ്കല്ലുമൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും പഴക്കമുള്ള ഭൂഗുരുത്വ അണക്കെട്ട്. അതുകൊണ്ട് തന്നെ കേരളീയർ ഭയക്കുന്നു. ഈ അണക്കെട്ട് കാലപ്പഴക്കം ചെന്നതാണെന്നും പൊട്ടുമെന്നും. ഇങ്ങനെ അണക്കെട്ടിലെ ജലത്തെ വ്യത്യസ്ത തലങ്ങളിൽ കണ്ടുകൊണ്ടുള്ള ഇടപെടലുകളാണ് 2 സംസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേസും വഴക്കുമായി ഒത്തുതീർപ്പുകളില്ലാതെ സുപ്രീം കോടതി വരെ എത്തിയിരിക്കുന്നു. അവിടെ തമിഴ്നാടിന് അനുകൂലമായ വിധിയുണ്ടായി. അങ്ങനെ ഡാമിലെ വെള്ളത്തിന്റെ അളവ് ഉയർത്താനുള്ള അനുമതി തമിഴ്നാട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 1896 ഈ അണക്കെട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ കാലത്ത് 50 കൊല്ലത്തിലധികം ഇത്തരം അണക്കെട്ടുകൾക്ക് ആയുസില്ലെന്ന് അണക്കെട്ടിന്റെ ശില്പിയായ പെനിക്വിക് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിയാണെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പേ തന്നെ അണക്കെട്ടിന്റെ കാലാവധി കഴിഞ്ഞതാണ്. അന്നത്തെ സാങ്കേതിക വിദ്യയിൽ വളരെ ശ്രദ്ധ ചെലുത്തി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത് കൊണ്ട് മാത്രമാണ് പിന്നെയും 77 കൊല്ലമായി ഇതിങ്ങനെ പൊട്ടാതെ നിൽക്കുന്നത്. മറ്റാരെങ്കിലുമായിരുന്നു ഡാം ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ഇതിനോടകം മുല്ലപ്പെരിയാർ അണക്കെട്ട് ദുരന്തത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ച് കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. കേരളത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഡാമിന്റെ ഉടമസ്ഥർ തമിഴ്നാടാണ്. ഇതാണ് പ്രധാന പ്രശ്നം. വെള്ളം ഇവിടെയും അതിന്റെ ഉടമസ്ഥൻ അവിടെയും ഇരുന്ന് നടത്തുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാർ ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് തേനി, മധുര, ദിണ്ടിഗൽ, രാമനാഥപുരം എന്നീ തമിഴ് പ്രവിശ്യകൾ ജലക്ഷാമം അനുഭവിക്കുമ്പോൾ പശ്ചിമഘട്ടത്തിനപ്പുറമുള്ള കേരളത്തിൽ പെരിയാർ തീരങ്ങളിലും പലപ്പോഴും വെള്ളപ്പൊക്കമായിരുന്നു. ഇതിനെ സായിപ്പ് കണ്ടുപിടിച്ച പ്രതിവിധിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്.
50 വർഷം മാത്രം ആയുസ് കണക്കാക്കിയിരിക്കുന്ന ഡാമിന്റെ കരാർ കാലയളവ് 999 വർഷമാണെന്നുള്ളതാണ് വിരോധാഭാസം. ആദ്യ കരാർ കഴിയുമ്പോൾ വേണമെങ്കിൽ വീണ്ടും ഒരു 999 വർഷത്തേക്ക് കരാർ പുതുക്കുന്നതിന് വിരോധമൊന്നുമില്ലെന്നും മറ്റൊരു മണ്ടത്തരവും കൂടെ കരാറിലുണ്ട്. അണക്കെട്ടിൽ ചോർച്ചയും മറ്റും വരാൻ തുടങ്ങിയതോടെ ആയിരിക്കണം അണക്കെട്ട് ദുർബലമാണെന്നും ജലനിരപ്പ് 136 അടിക്ക് മുകളിൽ ഉയർത്താൻ പാടില്ലെന്നും പറഞ്ഞ് കേരളവും തമിഴ്നാടും തമ്മിലുള്ള നിയമയുദ്ധങ്ങൾ ആരംഭിക്കുന്നത്. ഡാം പൊട്ടിയാലും തമിഴ്നാട്ടിലേക്ക് വെള്ളമൊഴുകി അവർക്ക് അപകടമൊന്നും ഉണ്ടാകില്ല എന്നതുകൊണ്ട് കിട്ടുന്നിടത്തോളം കാലം വെള്ളമെടുക്കാനാണ് തമിഴ്നാടിന്റെ പദ്ധതി. ഡാം പൊട്ടിയാൽ 35 കിലോമീറ്റർ താഴെയുള്ള ഇടുക്കി ഡാം ആ വെള്ളം മുഴുവനും താങ്ങിക്കൊള്ളുമെന്നുള്ള മുടന്തൻ ന്യായവും തമിഴ്നാട് സർക്കാർ പറയുന്നുണ്ട്. ഇടുക്കി ഡാം അല്ലാതെ തന്നെ നിറഞ്ഞു കവിയാറുണ്ടെന്നും മുല്ലപ്പെരിയാറിലെ വെള്ളം കൂടി താങ്ങാൻ ഇടുക്കി ഡാമിന് ആകില്ലെന്നുമുള്ളത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. ഇനി അഥവാ ഇടുക്കി ഡാം ഈ വെള്ളം മുഴുവനും താങ്ങിയാലും മുല്ലപ്പെരിയാറിനും ഇടുക്കി ഡാമിനും ഇടയിൽ പെരിയാർ തീരത്ത് താമസിക്കുന്ന 10,000-കണക്കിന് ജനങ്ങളുടെ ജീവന് ഒരു വിലയുമില്ല എന്ന ചോദ്യത്തിന് തമിഴ്നാടിന്റെ കയ്യിൽ എന്തുത്തരമാണുള്ളത്? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീണ്ടും വരാം. നന്ദി.